അദ്ദേഹം ജീവിച്ചിരുന്നത് 150-നും 215-നും ഇടയ്ക്കാണ്. AD 150, 215. ബ്രാക്കറ്റ് ഇട്ടിട്ട് കോമ എടുക്കുക. അടുത്തത് ഓറിഗൺ. ഓറിഗൺ 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 185, 204. ബ്രാക്കറ്റ് ഇടുക, ക്ലോസ് ചെയ്യുക, കോമ ഇടുക. ഓറിഗൺ 185, 204. തെർത്തുല്യൻ. തെർത്തുല്യൻ 150-225 AD. തെർത്തുല്യൻ 150-225 AD. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. തുടങ്ങിയ സഭാപിതാക്കന്മാർ ഈ പുസ്തകങ്ങൾ, അതായത് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും, വൈദ്യനായ ലൂക്കോസ് തന്നെയാണ് എഴുതിയെന്ന് അഭിപ്രായപ്പെടുന്നു. വൈദ്യനായ ലൂക്കോസ് തന്നെയാണ് എഴുതിയെന്ന് അഭിപ്രായപ്പെടുന്നു. വൈദ്യനായ ലൂക്കോസ് തന്നെയാണെന്ന് എഴുതിയതെന്ന് അഭിപ്രായപ്പെടുന്നു. അടുത്തത് എഴുത്തുകാരനെ കുറിച്ചുള്ളതാണ്. അടുത്തത് ഗ്രന്ഥകാരന്റെ പേര് ഈ പുസ്തകത്തിലില്ലെങ്കിലും ഇതിലെ ഉത്തമ പുരുഷ ബഹുവചന പ്രയോഗം ബ്രാക്കറ്റിൽ ഞങ്ങളെന്ന ആ പ്രയോഗത്തെ പറ്റി പറയുകയാണ്. ഉത്തമ പുരുഷ ബഹുവചന പ്രയോഗം. അതാണ് ഞങ്ങൾ. നിങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചാൽ കാണാം, ഞങ്ങൾ എന്ന പേര് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും പല സ്ഥലങ്ങളിലും. ആ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനായ പൗലോസും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ബഹുവചന പ്രയോഗം ഞങ്ങൾ ബ്രാക്കറ്റ് പ്രയോഗം ഇദ്ദേഹം വിശുദ്ധ പൗലോസിന്റെ സഹയാത്രികൻ എന്ന് വ്യക്തമാക്കുന്നു. ഇതിന്റെ തെളിവിനായി ഫിലേമോൻ 1:24, 2 തിമോത്തി 4:11. ഇതിന്റെ തെളിവായി ഫിലേമോൻ 1:24, 2 തിമോത്തി 4:11. അവിടെ വ്യക്തമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. വിദ്യാർത്ഥികൾ ഒരാളത് വാക്യം വായിച്ചാട്ടെ. 2 തിമോത്തി 4:11 വായിച്ചാട്ടെ. ഒരാള് 2 തിമോത്തി 4:11 വായിച്ചാട്ടെ പെട്ടെന്ന്. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ 2 തിമോത്തി 4:11. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാണ്. തന്റെ സഹയാത്രികനായിരുന്നു. ഫിലോമോൻ 24-ലും 1:24 ഇതേ വാക്യം തന്നെ പൗലോസ് പറയുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഈ പുസ്തകം എഴുതിയ ലൂക്കോസ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇനി ഒരു പോയിന്റോട് എഴുതി കഴിഞ്ഞ് ആ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുക. അടുത്തത് മൂന്നാം സുവിശേഷത്തിന്റെ വാക്കുകളും ശൈലികളും. മൂന്നാം സുവിശേഷത്തിലെ വാക്കുകളും ശൈലികളും പ്രവൃത്തിയുടെ പുസ്തകത്തിലും കാണുന്നതിനാൽ ഇവ രണ്ടും ഒരേ ആളിന് രചിക്കപ്പെട്ടതാണെന്ന് നിസ്സംശയം മനസ്സിലാക്കാം.
ലൂക്കോസ് 1:39 അക്കാലത്ത് എന്ന പദമുണ്ട്. അതേ പദം തന്നെ പ്രവൃത്തിയുടെ പുസ്തകം 1:15 കാണുവാൻ കഴിയും. ലൂക്കോസ് 2:39 നിവർത്തിച്ച ശേഷം എന്ന പദം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 13:29 കാണുന്നുണ്ട്. ലൂക്കോസ് 21:18 തലയിലെ രോമം പോലുമെന്ന അതേ പദം പ്രവൃത്തിയുടെ പുസ്തകം 27:34 കാണുവാൻ കഴിയും. ഇത് മാത്രമല്ലെങ്കിൽ അനേക പദങ്ങൾ. അപ്പൊ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗങ്ങൾ, അതേ പദപ്രയോഗം തന്നെ അപ്പോസ്തലരുടെ പുസ്തകത്തിലും അദ്ദേഹം ഉപയോഗിക്കുന്നു. അപ്പം ഒരാളൊരു പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ശൈലി, അദ്ദേഹം ഏത് പുസ്തകം എഴുതിയാലും അതേ പുസ്തകത്തിലെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ശൈലി. ഒരു പ്രഭാഷകൻ ആയിക്കോട്ടെ, ഒരു പ്രഭാഷകൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്ന ഏത് വിഷയം എടുത്ത് പ്രസംഗിച്ചാലും, യേശു രണ്ടാം വരവ് പ്രസംഗിച്ചാലും, യേശുവിന്റെ റിസറക്ഷൻ പ്രസംഗിച്ചാലും, യേശുവിന്റെ കന്യാജനം പ്രസംഗിച്ചാലും, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പ്രസംഗിച്ചാലും, അവിടെയെല്ലാം അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില പദങ്ങൾ എല്ലായിടത്തും ഒരേ പദങ്ങൾ. കാലത്ത് നിവർത്തിച്ച ശേഷം തലയിലെ രോമം പോലും, ഇങ്ങനെ പല പദങ്ങളുണ്ട്. ഇതെല്ലാം നമ്മെ കാണിക്കുന്നത് ഈ രണ്ട് പുസ്തകവും എഴുതിയത് വൈദ്യനായ ലൂക്കോസ് തന്നെയാണ്. അതിനോട് ചേർന്ന് തന്നെ ലൂക്കോസ് വൈദ്യനായിരുന്നു എന്നുള്ളത് തന്റെ പുസ്തകങ്ങളിലെ ചില എഴുത്തുകളിലൂടെ കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ചില രോഗത്തിന്റെ പേര്, പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ രോഗത്തിന്റെ പേരും ലൂക്കോസ് എഴുതുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ എഴുതുന്ന അതേ ടെർമിനോളജി, അതേ വാക്യം ഉപയോഗിച്ചിരിക്കുന്നു. പനി എന്നാണ് മർക്കോസും മത്തായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന കഠിന ജ്വരം എന്നുള്ളത് അതൊരു ഡോക്ടർ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പൊ ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പുസ്തകം എഴുതിയത് തീർച്ചയായും വൈദ്യനായ ലൂക്കോസ് തന്നെയാണ്. കാരണം ലൂക്കോസ് വിശേഷം ആരംഭിക്കുമ്പോൾ ആ പുസ്തകം തെയോഫിലോസിന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത്, പ്രവർത്തിയുടെ പുസ്തകം ആരംഭിക്കുമ്പോഴും അവിടെയും ഞാൻ ആദ്യം നിങ്ങൾക്ക് നൽകി തന്ന ആ ചരിത്രഭാഗങ്ങളെ കുറിച്ച് കൂടുതലായി വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാം ഭാഗമായ പ്രവൃത്തിയുടെ പുസ്തകവും എഴുതുന്നത്. അതുകൊണ്ട് ഈ തെളിവുകളിലൊക്കെ നമുക്ക് ഈ പുസ്തകം എഴുതിയത് ലൂക്കോസ് തന്നെയാണ്. ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിന്റെ സഹയാത്രികനും ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഈ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിന്റെ പേര് പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമാണെന്ന് നമുക്കറിയാം, പ്രവൃത്തിയുടെ പുസ്തകം. ഈ പുസ്തകം ഗ്രീക്ക് പേരെന്ന് പറയുന്നത്, ഞാൻ പറയാം, സൈൻ അപ്പോസ്റ്റലോൺ എന്നാണ് ഈ പുസ്തകത്തിന്റെ ഗ്രീക്ക് നാമം. സൈസ് അപ്പോസ്റ്റലോൺ. പ്രയാസമാണത്. സൈസ് അപ്പോസ്റ്റലോൺ. ഈ പദമാണ് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ വേർഡിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാമോ? സ്പെല്ലിംഗോ? ഏതാ? ഇംഗ്ലീഷിലാണെങ്കിൽ ആ വാക്ക് രണ്ടാമത്തെ ആ വേർഡിന്റെ സ്പെല്ലിംഗ്. ഞാൻ ഇംഗ്ലീഷ് ഇവിടെ എഴുതിയിട്ടില്ല. ഇംഗ്ലീഷ് എങ്കിൽ പിന്നെ വേണ്ട സാറേ, പിന്നെ തരാം. ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല കേട്ടോ, ഞാൻ മലയാളത്തിൽ കേട്ടുള്ളൂ. അത് നമുക്ക് പിന്നെ നോക്കിയെങ്കിൽ ഇംഗ്ലീഷിന്റെ ആ പദം നമുക്ക് കിട്ടത്തുള്ളൂ. അത് അടുത്ത ക്ലാസ് തരാം കേട്ടോ. അപ്പോൾ ഈ ഗ്രീക്ക് നാമമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പുസ്തകത്തിന്റെ പേര്, അപ്പൊ ഇതിന്റെ പുസ്തകത്തിന്റെ പേര് നമുക്കറിയാം, എല്ലാ പുസ്തകങ്ങളും ഗ്രീക്കിൽ നിന്ന് വന്നതാണ് എന്ന് നമുക്കറിയാം. സൈസ് അപ്പോസ്റ്റലോൺ എന്ന ഗ്രീക്ക് പേരാണ്. ഈ ഗ്രീക്ക് പേരാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു.
അപ്പം ഈ പുസ്തകത്തിന്റെ പേരിനെ കുറിച്ച് വലുതായിട്ട് വിവർത്തനമൊന്നും വേണ്ട. ഇത് നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ 3 പേരുടെ പ്രവൃത്തികൾ മാത്രമേ അത് കാണുന്നുള്ളൂ, അല്ലെ? ഒന്ന് പത്രോസിന്റെയും, 2 പൗലോസിന്റെയും, പിന്നെ യോഹന്നാന്റെയും. അങ്ങനെ അധികം പേരുടെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് അപ്പോസ്തലന്മാരെന്ന പ്രവൃത്തിയുടെ പുസ്തകം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലും വിശ്വാസത്തിലൂടെയും പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാൻ നല്ലതെന്നാണ് ചിന്തന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഗ്രന്ഥകാരന്റെ പേര്, അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ ആരാണ്, ഈ പുസ്തകത്തിന്റെ പേര്. ഇനി അടുത്തത്, ഈ പുസ്തകം ആർക്കെഴുതി? ഈ പുസ്തകം ആർക്കെഴുതി? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകം ആർക്കെഴുതി? അപ്പൊ 3-ാമത്തെ പോയിന്റ് ആണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ 3-ാമത്തെ പോയിന്റ്. ഒന്നാമത് പറഞ്ഞത് ഗ്രന്ഥകാരൻ ആരാണ്, ഈ പുസ്തകത്തിന്റെ പേരെന്താണ്, 2 ഈ പുസ്തകം ആർക്കാണ് എഴുതിയത്. ഈ പുസ്തകം ആർക്കാണ് എഴുതിയത്? ലൂക്കോസിന്റെ പേരിലുള്ള സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും, ലൂക്കോസിന്റെ പേരിലുള്ള സുവിശേഷവും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകവും, ലൂക്കോസ് 1:1 പ്രവൃത്തി 1:1 പ്രകാരം, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യപ്രകാരവും പ്രവൃത്തിയുടെ പുസ്തകം 1-ന്റെ 1-ാം വാക്യപ്രകാരവും തെയോഫിലോസ് എന്ന വ്യക്തിക്ക് വേണ്ടി എഴുതിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തെയോഫിലോസ് എന്ന വ്യക്തിക്ക് വേണ്ടി എഴുതിയതാണ്. ലൂക്കോസിന്റെ പേരുള്ള സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകവും ലൂക്കോസ് 1:1 പ്രവൃത്തി പുസ്തകം 1:1 പ്രകാരം തെയോഫിലോസ് എന്ന വ്യക്തിക്ക് വേണ്ടി എഴുതിയതാണ്. തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള തെയോഫിലോസിന് വേണ്ടി എഴുതിയ പുസ്തകമാണെന്ന് കാണുവാൻ കഴിയുന്നത്. വായിക്കാം നമുക്ക്. 2 പേര് വായിച്ചാട്ടെ. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1:1 പ്രവൃത്തിയുടെ പുസ്തകം 1:1 2 പേര് ശബ്ദമുയർത്തി വായിക്കും. നോക്കിയാട്ടെ. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം അപ്പോസ്തലന്മാർക്കും പരിശുദ്ധാത്മാവിനെ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നേരത്തെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു. അപ്പം പ്രവൃത്തിയുടെ പുസ്തകം 1:1 ഇനി ലൂക്കോസിന്റെ സുവിശേഷം 1:1 വായിച്ചാട്ടെ. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ സാക്ഷികളും വചനത്തിന്റെ സുശേഷകരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. മതി, കണ്ടോ? ആദ്യം ലൂക്കോസ് നൽകുന്ന ശ്രീമാനായ തെയോഫിലോസെ, പ്രവൃത്തി പുസ്തകം നൽകുന്ന തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, അത് ലൂക്കോസിൽ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബോധന ചെയ്ത് എഴുതിയിരിക്കുന്നത്. അടുത്തത് ആരാണ് ഈ തെയോഫിലോസ്? അപ്പൊ തെയോഫിലോസ് ആരാണെന്ന് അറിയുമ്പോഴാണ് ഈ പുസ്തകം ആർക്ക് എഴുതിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനെക്കുറിച്ച് അനേക ആർഗ്യുമെന്റ്സുകളുണ്ട്, അനേക അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ ഞാൻ പറയാൻ പോകണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ടും ചെയ്യാം. ഞാൻ പതുക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ പുസ്തകം ആർക്ക് എഴുതി, ആർക്കാണ് ഈ പുസ്തകം എഴുതി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അത് തെയോഫിലോസിന് വേണ്ടിയാണ് എഴുതിയെന്നുള്ള കാര്യം നമ്മൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും പ്രവൃത്തിയുടെ പുസ്തകം 1-ന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇനി അടുത്ത ഹെഡിങ് അതിനോട് ചേർന്നുള്ളത്, ആരാണ് ഈ തെയോഫിലോസ്? ആരാണ് ഈ തെയോഫിലോസ്? ഇപ്പൊ ചില അഭിപ്രായങ്ങൾ പറയേണ്ടത്. ഒന്നാമത് പറയുന്നത് തെയോഫിലോസ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ നാമമായിരുന്നില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഒരു യഥാർത്ഥ നാമമായിരുന്നില്ല തെയോഫിലോസ്. അക്കാലത്ത് ഒരു ക്രിസ്തു വിശ്വാസി ആയിരിക്കുന്നത് അപകടപൂർണമായ ഒരു കാര്യമായി. നമുക്കറിയാം, പീഡനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ആരൊക്കെയാ പീഡിപ്പിച്ചത്?
റോമാ ഗവൺമെന്റ് പീഡിപ്പിച്ചു, യഹൂദന്മാർ പീഡിപ്പിച്ചു. എന്തിനാ റോമാ ഗവൺമെന്റ് പീഡിപ്പിച്ചത് അവരെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. 3 കാരണമാണ് റോമാ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ റോമാ ഗവൺമെന്റ് ശക്തിപ്പെട്ട് വലിയ ഒരു സാമ്രാജ്യമായി വളർന്നപ്പോൾ അവരുടെ സിഐഡികൾ, രഹസ്യ അന്വേഷണ വിഭാഗത്തിൽപ്പെട്ട സിഐഡികൾ രാജ്യം മുഴുവൻ, എന്തറിയാമോ, പോലീസിന്റെ വിഭാഗം സിഐഡികൾ രാജ്യം മുഴുവനും അവിടുത്തെ ജനതയെക്കുറിച്ച് പഠിക്കുവാനും അവർ രാജ്യത്തോട് കൂറ് പുലർത്തുന്നുണ്ടോ എന്ന് ഗ്രഹിക്കത്തക്ക വണ്ണം ഇത് പരിശോധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അവര് ഈ യഹൂദയിലും സിഐഡികൾ വർക്ക് ചെയ്തപ്പോൾ, മറ്റു രാജ്യങ്ങളിലും സിഐഡി വർക്ക് ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ച ഒരു കാര്യം, രാത്രി കൂട്ടായ്മ കൂടുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവർ രാത്രിയിൽ രക്തമെന്നും മാംസമെന്നും പറഞ്ഞവർ കഴിക്കുന്ന ശബ്ദങ്ങളും രാത്രിയിലെ ചെറിയ വട്ടത്തിൽ അവർ ഒരുമിച്ച് കൂടുന്ന അനുഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അവർ വിചാരിച്ചു, ഒന്ന്, ഇത് രാജ്യത്തിനെ അട്ടിമറിക്കാൻ കൂടുന്ന ഗൂഢസംഘമാണെന്ന് വിചാരിച്ചു. 2, അവർ വിചാരിച്ചു ഇത് നരഭോജികളാണ്, മനുഷ്യനെ തിന്നുകയാണ്, മനുഷ്യന്റെ രക്തമെന്നും മാംസമെന്നും പറയുമ്പോൾ അവരെ തിന്നുന്ന ആൾക്കാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ചിന്തിച്ച് അവർക്കെതിരെ പീഡനം അഴിച്ചു വിട്ടെന്ന് കാണുന്നുണ്ട്. അതാണ് റോമ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള കാരണമെന്ന് പറയും. അപ്പൊ യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ മശിഹയായ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവാണെന്ന് ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, ഈ യഹൂദമതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആൾക്കാരാണ് വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, അവരെ പീഡിപ്പിക്കും. അപ്പൊ അങ്ങനെ ആ പീഡനത്തിന്റെ സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. തെയോഫിലോസ് എന്ന് പറയുന്ന യഥാർത്ഥ നാമമായിരുന്നില്ല. അക്കാലത്ത് ഒരു ക്രിസ്തീയ വിശ്വാസി ആയിരിക്കുന്നത് അപകടപൂർണമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ തങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി യഥാർത്ഥ നാമം വെളിപ്പെടുത്താതെ ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പേരിൽ എഴുതി എന്ത് ചെയ്തു? ഈ ഗ്രന്ഥം അയച്ചു കൊടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിയായിരിക്കുന്നത് അപകടപൂർണമായ ഒരു കാര്യമായിരുന്നു അക്കാലത്ത്. അപ്പൊ തങ്ങളുടെ ജീവന്റെ സുരക്ഷത്തിന് വേണ്ടി യഥാർത്ഥ നാമം വെളിപ്പെടുത്താതെ ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് എഴുതി എന്ത് ചെയ്തു? ഈ ഗ്രന്ഥം അയച്ചു കൊടുത്തു, അല്ലെ ഗ്രന്ഥം മറ്റുള്ളവർ കൊടുത്തു എന്ന്, ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക് മറ്റുള്ളവർ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ തെയോഫിലോസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ല. ഈ പുസ്തകം എഴുതാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പദപ്രയോഗമാണ്. ഒരു പദപ്രയോഗം. അപ്പൊ ചിലർ അഭിപ്രായപ്പെടുന്ന അങ്ങനെ ഒരു പദപ്രയോഗം മാത്രമായിട്ട് തെയോഫിലോസ് എന്ന് പറയുന്നത് ഒരു പദപ്രയോഗം. നമ്മുടെ ബോർഡറിലൊക്കെ ഓരോ ദിവസവും ഓരോ കോഡുണ്ട്, ഓരോ കോഡ്. അപ്പം ആ ബോർഡിൽ സെക്യൂരിറ്റി ചെയ്യാൻ നിൽക്കുന്നവർ എല്ലാവർക്കും കോഡ് കൊടുത്തു. എവിടൊക്കെ മിലിറ്ററി ഉണ്ടോ, മിലിറ്ററിയിൽ എല്ലാവർക്കും ഓരോ ദിവസം ഓരോ കോഡാണ്. അപ്പൊ ആ കോഡ് എല്ലാവരും കാണാൻ പഠിച്ചിരിക്കണം. അപ്പം ആ കോഡിന്റെ മുഴുവൻ പഠിക്കുമ്പോൾ അവിടുത്തെ മെയിൻ ഓഫീസർ വന്ന് ആ കോഡിന്റെ ആദ്യ ഭാഗം നമ്മളോട് അവിടുത്തെ ഓഫീസർമാരോട് ചോദിക്കുമ്പോൾ അടുത്ത ഭാഗം അവർ പറഞ്ഞില്ലേ അപ്പോഴേ വെടിവെച്ചു കൊല്ലും. കാരണം കോഡ് അറിയത്തില്ലെങ്കിൽ ഇവൻ ചാരനാണെന്ന് വിചാരിച്ച് വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞതുപോലെ ഇതുപോലൊരു കോഡായിരുന്നു തെയോഫിലോസ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്നു. അപ്പൊ ആരായിരുന്നു തെയോഫിലോസ് എന്നുള്ള ഒന്നാമത്തെ ഒരു കോഡായിരുന്നു വിശ്വസിക്കുന്നത്. രണ്ടാമത്തത്, തെയോഫിലോസ് ഒരു യഥാർത്ഥ നാമമായിരുന്നെങ്കിൽ ഒരു ഉയർന്ന ഗവൺമെന്റ്, റോമാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം. അപ്പൊ തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ നാമമായിരുന്നെങ്കിൽ ഒരു ഉയർന്ന റോമാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം. നാമമായിരുന്നെങ്കിൽ എഴുതാനുള്ളതാണ്, എഴുതാനുള്ളത്. അപ്പം തെയോഫിലോസ് എന്ന് പറയുന്ന യഥാർത്ഥ നാമമായിരുന്നെങ്കിൽ ഉയർന്ന റോമാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം. ക്രിസ്ത്യാനിത്വം ഏറ്റവും നല്ല വിശ്വാസമാർഗമാണെന്നും ക്രിസ്ത്യാനിത്വം ഏറ്റവും നല്ല വിശ്വാസമാർഗമാണെന്നും ക്രിസ്ത്യാനികൾ നല്ലവരാണെന്നും വെളിപ്പെടുത്തുവാൻ വേണ്ടി ലൂക്കോസ് ഈ ഗ്രന്ഥം എഴുതി എന്നും വിശ്വസിക്കുന്നു.
തെയോഫിലസ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ നാമമായിരുന്നു, ഒരു മനുഷ്യന്റെ പേരായിരുന്നെങ്കിൽ ഒരു ഉയർന്ന റോമൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കാം. ക്രിസ്ത്യാനിറ്റി ഏറ്റവും നല്ല വിശ്വാസമാർഗമാണെന്നും ക്രിസ്ത്യാനികൾ നല്ലവരാണെന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ലൂക്കോസ് ഈ ഗ്രന്ഥം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്, അതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, അതാണ് ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ വിശ്വസിക്കുന്നത്. ലൂക്കോസ് വിശേഷത്തിൽ ശ്രീമാനായ തെയോഫിലോസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ശ്രീമാൻ എന്ന പദം അന്നത്തെ വലിയ ഗവർണേഴ്സ്, വലിയ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുന്ന പേരാണ്. എന്താണെന്നറിയാമോ? ശ്രീമാൻ എന്ന പദം. ശ്രീമാൻ. അപ്പൊ ശ്രീമാൻ തെയോഫിലോസ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതിനാൽ, ശ്രീമാൻ തെയോഫിലോസ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതിനാൽ ശ്രീമാൻ തെയോഫിലോസ് എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതിനാൽ ഇദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഏതോ ഉയർന്ന റോമൻ ഉദ്യോഗസ്ഥനായിരിക്കാമെന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ആ വ്യക്തി വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തിന്റെ പ്രവൃത്തി ഗ്രഹിച്ച് നിലനിൽക്കുവാനും ദൈവപ്രവൃത്തി ഗ്രഹിച്ച് നിലനിൽക്കുവാനും അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസിന്റെ സുവിശേഷവും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പുസ്തകം എഴുതിയ തെയോഫിലോസിനാണ്. അപ്പൊ തെയോഫിലോസ് ആരാണ് നമ്മൾ പറഞ്ഞത്? തെയോഫിലോസ് എന്ന് പറയുന്നത് യഥാർത്ഥ നാമമല്ല, അതൊരു കോഡ് ഭാഷയായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്, ഇദ്ദേഹം ഒരു റോമ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ആ പീഡനമൊക്കെ നടക്കുന്ന കാലത്ത് ഈ ക്രിസ്ത്യാനികളായ അന്നത്തെ വിശ്വാസികൾ ഈ ലോകക്കാർ പറയുന്ന പോലെ തെറ്റുകാരല്ലെന്നും അവര് വളരെ വിശ്വസ്തരും നല്ല ആൾക്കാരാണെന്നും മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്താണ് ഏറ്റവും പ്രയോജനകരമായ നമ്മൾ വിശ്വസിക്കുന്നത്. ശ്രീമാൻ എന്ന പദപ്രയോഗം അതെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്നതിനാൽ ഇദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഉന്നതനായ റോമ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന് വിശ്വാസം നിലനിൽക്കുവാനും ദൈവപ്രവൃത്തി ഇദ്ദേഹം ഗ്രഹിച്ച് നിലനിൽക്കുവാനും വേണ്ടി എഴുതിയതെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഈ പുസ്തകം എഴുതിയ കാലം, ഈ പുസ്തകം എഴുതിയ സ്ഥലവും കാലവും. എ ഡി 61-നും 62-നും ഉള്ള കാലയളവ്. AD 61-നും 62-നും ഇടയിലായിരിക്കാം. ഈ AD 61-നും 62-നും റോമിൽ വെച്ച് എഴുതി എന്ന് വിശ്വസിക്കുന്നു. റോമിൽ വെച്ച് എഴുതി. എന്തുകൊണ്ടാണ് AD 61-നും 62-നും പറയാൻ കാരണം? ശ്രദ്ധിച്ചു കേൾക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വിശുദ്ധ പൗലോസ് റോമിൽ 2 വർഷം തടവനായി പാർക്കുന്ന വൃത്താന്തം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അവസാനത്തെ 28-ാം അധ്യായത്തിൽ പറയുന്നു. AD 61-62-ലാണ് അവന്റെ കാരാഗ്രഹവാസം അവസാനിക്കുന്നത്. അപ്പോൾ പൗലോസിന്റെ കാരാഗ്രഹവാസം അവസാനിക്കുന്ന വരെയുള്ള ഭാഗം മാത്രമേ പറയുന്നുള്ളത്. അതിനുശേഷം, അതായത്
അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹവാസം അവസാനിക്കുന്നതിന് ശേഷം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, AD 64 റോമാ നഗരത്തിന്റെ 1/3 ഭാഗം വെന്ത് നശിച്ചു. നീറോ ചക്രവർത്തിയുടെ കാലത്ത്. നിങ്ങൾക്കറിയാം, അദ്ദേഹം വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലുള്ള ഭാഗമാണ്. 2, AD 68 ശേഷം പൗലോസ് രക്തസാക്ഷിയായി. പൗലോസ് മരിച്ചു. 3, AD 70 യെരുശലേം ദേവാലയം നശിക്കപ്പെട്ടു. അപ്പൊ 62 ശേഷം പറഞ്ഞ കാര്യങ്ങളാണ് ഈ 3 കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും ഈ പ്രവർത്തന പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ല. കാരണം AD 70 യെരുശലേം ദേവാലയം നശിക്കുക. പക്ഷെങ്കിൽ ഈ അപ്പോസ്തല പ്രവർത്തന പുസ്തകം എഴുതുമ്പോൾ ദേവാലയം അവിടെ ഉണ്ട്. 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ കാലം, നമ്മൾ ആ കാലത്തിൻ്റെതായ ആ കണക്ക് നോക്കുന്ന സമയത്ത് ഇത് എഴുതിയത് 61-നും 62-നും ഇടയ്ക്കാണ്. ആ കാലയളവില. കാരണം അതിനുശേഷം നടന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് പ്രവർത്തി പുസ്തകത്തിൽ പറയുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് 62-ന് ശേഷമാണ് എഴുതിയത് വിശ്വസിക്കാമായിരുന്നു. ഇതിലൊന്നും പറയാത്തത് കൊണ്ട് AD 62-നും 61-നും 62-നും ഇടയ്ക്ക് റോമിൽ വെച്ച് ഈ പുസ്തകം എഴുതിയെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും. അടുത്തത്, ഈ പുസ്തകത്തിന്റെ രചനയുടെ ഉദ്ദേശം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പുസ്തകത്തിന്റെ രചനയുടെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് ദിസ് ബുക്ക്. ഈ പുസ്തകത്തിന്റെ രചനയുടെ ഉദ്ദേശം. ഇപ്പൊ ഏത് പുസ്തകം ദൈവം എഴുതാൻ പറയുമ്പോൾ ഒരു ഉദ്ദേശം കാണും. നമുക്കറിയാം, ബൈബിളിലെ പല പുസ്തകങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന 1600 വർഷങ്ങൾ കൊണ്ട് 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് 40-ലധികം എഴുത്തുകാർ എഴുതിയ പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ ആ പുസ്തകത്തിൽ എല്ലായിടത്തും കാണുവാൻ കഴിയുന്നത് വീണ്ടെടുപ്പുകാരനായ ദൈവത്തെയും വീണുപോയ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ വർണ്ണനയാണ് കാണുന്നത്. 1-ാമത്തെ പുസ്തകം നമുക്കറിയാം, സ്ത്രീയുടെ സന്തതിയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതായത് ഉൽപ്പത്തി പുസ്തകം. 2-ാമത്തെ പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന കുഞ്ഞാട് ആരാണെന്ന് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തു ആയിരുന്നു എന്ന്. അപ്പൊ നോക്കിക്കേ, 1600 വർഷങ്ങൾ കൊണ്ട് ദൈവവചനം 40 പേരിൽ എഴുതിയിട്ടും, ഇത്ര വർഷമെടുത്തിട്ടും യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളും വ്യക്തമായ വർണ്ണനകളും ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ ഈ ബൈബിൾ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതിന്റെ പിൻപിൽ പ്രവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അതേ പ്രവൃത്തിയാണ് ഇത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇൻസ്പിറേഷൻ എഴുതപ്പെട്ട പുസ്തകമാണെന്ന് വചനത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയും. അതാണ് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ബൈബിളിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ സത്യഗ്രന്ഥത്തെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന സത്യവചനത്തെ, നിത്യജീവനെ, ജീവനുള്ള യേശുവിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ് നാം എന്നുള്ളത് മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സാറ്, നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ ഡയറക്ടർ നിങ്ങളോട് ഈ വചനം പഠിക്കുന്ന സമയത്ത് പഠിക്കണമെന്ന് പറയാനുള്ള കാരണം അതാ. ഇത് നിങ്ങൾക്ക് ലഭിച്ച അസുലഭ സന്ദർഭമാണ്. ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ദൈവവചനം, ഒത്തിരി ദിവസം നടന്നു. കാരണം ഇത് പഠിച്ചെങ്കിലേ നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ നിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പുസ്തകമൊക്കെ ഞങ്ങൾ മണിക്കൂറുകളിൽ ഇരുന്ന് സമയമെടുത്താണ് ഇത് പഠിപ്പിക്കുന്നത്. ഞാൻ ചർച്ചയിലെ ദൈവവചനം പഠിപ്പിക്കാൻ ചെയ്തു. ദിവസങ്ങളിലിരുന്ന് അത് പഠിച്ചു കൊണ്ടുവന്ന് ദൈവവചനം പറയുക. 1 മണിക്കൂറത്തേക്ക് 1-2 ദിവസം എടുത്താ ദൈവവചനം പഠിക്കുന്നു. ഇപ്പൊ റോമാലയം എടുത്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് വലിയ വിടുതലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വചനം അറിയത്തില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശുക്രിസ്തു പരീക്ഷ സമയത്ത് നോക്കണം, യേശു പിശാചിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ആദ്യത്തെ പരീക്ഷയിൽ കർത്താവ് പറഞ്ഞു, വചനം പറഞ്ഞുകൊണ്ട് യേശു പിശാചിന്റെ പരീക്ഷകളെ എതിർത്തെന്ന് കാണുവാൻ. വചനം പറഞ്ഞു എതിർത്തു. അപ്പൊ നമ്മൾ വചനം പറഞ്ഞു എതിർത്തപ്പോൾ സാത്താൻ ബൈബിളിലെ മറ്റൊരു വചനമായിട്ട് യേശുവിനെതിരെ വന്നു. നീ താഴോട്ട് ചാടിക്കോ, ദൂതന്മാർ തന്നെ കാപ്പാൻ
ഉണ്ടെന്ന് പറഞ്ഞ് 91 സംഘത്തിനും എടുത്താ പറയാം. 1-2 പദപ്രയോഗം വിട്ടുകളഞ്ഞാ പറഞ്ഞു വെച്ചാൽ പിശാചും അതിനടുത്ത് നമ്മോട് പറയും. പക്ഷെ പല ഭാഗങ്ങൾ വിട്ടുകളയും, ആശയം വിട്ടുകളയും, സത്യം വിട്ടുകളയും. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകത്തില്ല. യേശു എന്താ പറഞ്ഞത്? സത്യവചനം വിശ്വസിച്ച യഹൂദന്മാരോട് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 29, 30, 31 ഭാഷ യേശു എന്താ പറഞ്ഞത്? യഹൂദന്മാരോട് പറഞ്ഞ എന്താ? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. If you abide my teaching, you will know the truth. The truth will give you freedom. അല്ലെങ്കിൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പം ദൈവവചനത്തിന്റെ സത്യങ്ങൾ അറിയുമ്പോഴാണ് പൂർണ്ണ സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വചനം വളരെ ഗൗരവത്തോടെ പഠിക്കണമെന്ന്. ഈ പുസ്തകത്തിന്റെ രചനയുടെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് 1-2 പോയിന്റ് ഉണ്ട്. അത് വളരെ വ്യക്തമായിരുന്നെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്ന്, ഈ പുസ്തകത്തിന്റെ രചനയുടെ ഉദ്ദേശം. ഒന്നാമത്തത് എഴുതാം. യഹൂദന്മാരിൽ നിന്നും റോമാ ഗവൺമെന്റിൽ നിന്നും ക്രിസ്തു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു 1-ാം നൂറ്റാണ്ട്. യഹൂദന്മാരിൽ നിന്നും റോമാ ഗവൺമെന്റിൽ നിന്നും ക്രിസ്തു വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1-ാം നൂറ്റാണ്ട്. ഈ ക്രിസ്തു വിശ്വാസികളെ കുറിച്ച് പല അപവാദ പ്രചാരണങ്ങളും അന്ന് നിലനിന്നിരുന്നു. ഈ ക്രിസ്തു വിശ്വാസികളെ കുറിച്ച് പല അപവാദ പ്രചാരണങ്ങളും അന്ന് നിലനിന്നിരുന്നു. ഒന്നാമത്തത് ദുർമാർഗികൾ. ഒന്ന്, അതിന് കാരണം രാത്രിയിൽ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂട്ടായ്മ കൂടിയത് കൊണ്ട് ദുർമാർഗികൾ എന്ന് വിളിച്ചു. ബ്രാക്കറ്റിലും ദുർമാർഗികൾ എന്ന് വിളിക്കാൻ കാരണം രാത്രിയിൽ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂട്ടായ്മ കൂടിയതിനാൽ. ആ കാലത്ത് സ്ത്രീകൾക്കൊന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അവർക്ക് സന്ധി കഴിഞ്ഞാലൊന്നും പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമുള്ള കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് അവരെ ദുർമാർഗികൾ എന്ന് വിളിച്ചു. 2, കുടുംബ ഛിദ്രകാരികൾ. രണ്ടാമത് വിളിച്ച പേരാ കുടുംബ ഛിദ്രകാരികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിശ്വാസത്തിൽ വന്നവർ വീട്ടിൽ നിന്ന് പുറത്താക്കും. അവരെ ക്രിസ്തു വിശ്വാസത്തിൽ വന്നവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിയുമ്പോൾ അവരെ സമൂഹം തള്ളിക്കളയും. അപ്പൊ അവരെ വിളിച്ച പേരാണ് കുടുംബത്തിൽ അടങ്ങി പാർക്കാത്ത കുടുംബം ഛിദ്രിക്കുന്നവർ എന്നത്. 3, നരഭോജികൾ. ഇതാണ് അപവാദ പ്രചരണം എന്ന് പറയുന്നത്. നരഭോജികൾ. കാരണം തിരുവത്താഴത്തിന് രാത്രിയിൽ അവർ ജോലിയൊക്കെ വന്നു കഴിഞ്ഞ് അവർ രാത്രിയിൽ കൂട്ടായ്മ കൂടുമ്പോൾ തിരുവത്താഴത്തിന് അവർ അപ്പം എടുത്ത് വാഴ്ത്തിട്ടത് യേശുവിന്റെ ശരീരമെന്നും പാനപാത്രം എടുത്തിട്ട് യേശുവിന്റെ രക്തമെന്നും പറഞ്ഞത് കുടിക്കുമ്പോൾ ഇവര് നരഭോജികൾ എന്ന് വിശ്വസിച്ചു. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ അപവാദ പ്രചാരണങ്ങളിൽ നിന്നും റോമാ ഗവൺമെന്റിനെ സത്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി, സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു വിശ്വാസത്തിന്റെ പ്രവർത്തന ശൈലിയും ധാർമ്മികതയും പരിശുദ്ധിയും, ക്രിസ്തു വിശ്വാസത്തിന്റെ പ്രവർത്തന ശൈലിയും ധാർമ്മികതയും പരിശുദ്ധിയും റോമാ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾക്ക് തെറ്റായ പ്രചരണം നടത്തുമ്പോൾ നമ്മൾക്ക് ഡിഫെൻഡ് ചെയ്യുന്നവർ. അപ്പോൾ ക്രിസ്ത്യാനികൾ ആരാണ്? അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. എന്താണ് സുവിശേഷം? എന്താണ് സഭ? എന്താണ് കൂട്ടായ്മ? അതിന്റെ പരിശുദ്ധി എന്താണ്? ഇതെല്ലാം
അന്നത്തെ റോമാ ഗവൺമെന്റിനും മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ്. ഉദാഹരണം, പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസ് പ്രവൃത്തിയുടെ പുസ്തകം 10-ലെ കൊർന്നല്യോസ്, ഉപ്രോസ് ദ്വീപിലെ ദേശാധിപതിയായ സെർഗിയോസ് പൗലോസ്, ഉപ്രോസ് ദ്വീപിലെ ദേശാധിപതിയായ സെർഗിയോസ് പൗലോസ്, ഫിലിപ്പിയിലെ ജയിലധികാരി, ഇവരൊക്കെ വിശ്വാസത്തിൽ വന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ പുസ്തകം എഴുതി. അതുകൊണ്ട് ഇന്നും നമുക്ക് ഈ പുസ്തകത്തിലൂടെ ദൈവസഭയുടെ പ്രവർത്തനം എന്താണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്താണ് എന്ത് വ്യക്തമായിട്ട് നമുക്ക് അത് ഗ്രഹിക്കാൻ കഴിയും. രണ്ടാമത്തത് ഈ പുസ്തകത്തിന്റെ രചനയുടെ ഉദ്ദേശം ക്രിസ്തു സഭ വ്യാപിച്ചു വളർന്നതിന്റെ വൃത്താന്തം എങ്ങനെയാണെന്നും ദൈവപ്രവൃത്തിയും അപ്പോസ്തലന്മാരെ ദൈവാത്മാവ് ഉപയോഗിച്ചതിന്റെ രീതിയും വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈ പുസ്തകം. ദൈവപ്രവൃത്തിയും അപ്പോസ്തലന്മാരെ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചതിന്റെ രീതിയും വ്യക്തമാക്കുക. ഇതെങ്ങനെയാണ് വ്യാപിച്ചു വളർന്നത്? എങ്ങനെയാണ് അപ്പോസ്തലന്മാർ ഉപയോഗിച്ചത്? അവരെങ്ങനെയാണ് പ്രശ്നം വന്നപ്പോൾ അത് കൈകാര്യം ചെയ്തത്? ഇതെല്ലാം എന്ത് ചെയ്തു? വ്യക്തമാക്കുവാൻ വേണ്ടി ഈ പുസ്തകം എഴുതി. മൂന്നാമത്തത് പ്രവൃത്തിയുടെ പുസ്തകം 1:8 ആധാരമാക്കി യെരുശലേം മുതൽ റോം വരെ വിവിധ സാംസ്കാരിക വിഭാഗത്തിലും ജാതിയിലുമുള്ളവർ, ജാതിയിലും മതത്തിലുമുള്ളവർ എങ്ങനെ സുവിശേഷം സ്വീകരിച്ചു എന്നതിന്റെ വസ്തുനിഷ്ഠമായ വിവരണം ഗ്രഹിക്കുവാൻ വേണ്ടി എഴുതി. വസ്തുനിഷ്ഠമായ വിവരണം മനസ്സിലാക്കാൻ വേണ്ടി എഴുതി. എങ്ങനെയാണ് ഈ സുവിശേഷം അവിടം വരെ എത്തിയത്? വ്യക്തമായി പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അടുത്തത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകം ആധുനിക സഭയ്ക്ക് നൽകുന്ന ദൂത്. ഇതിലൂടെ നമ്മുടെ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് അവസാനിക്കുകയാണ്. അതിന് ഞാൻ തരുന്നില്ല, കുറച്ചേ തരുന്നുള്ളൂ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആധുനിക സഭയ്ക്ക് നൽകുന്ന ദൂത്. നമുക്കറിയാം, നമ്മുടെ ഇത് ആധുനിക സഭയാണ്, മോസ്റ്റ് മോഡേൺ ചർച്ചസ് ആണ് നമ്മുടെ. അപ്പൊ നമുക്ക് ഓതറൈസ്ഡായിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തി എന്നത്. സഭയുടെ ആദിമ ചരിത്രമാണ്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആധുനിക സഭയ്ക്ക് നൽകുന്ന ദൂത്. എന്താണ് ദൂത്? അതിന്റെ ഒന്നാമത്തത്
ഈ സുവിശേഷം സാർവത്രികമാണെന്നും ദൈവം മാനവരാശിക്ക് ആയി ചരിത്രത്തിൽ ഇടപെട്ടതിന്റെ വൃത്താന്തമാണെന്നും ഈ ഗ്രന്ഥത്തിലൂടെ ആധുനിക സഭയ്ക്ക് എന്ത് ചെയ്യുക? ദൃഷ്ടാന്തമായി കാണിക്കുക. സുവിശേഷം സാർവത്രികമാണെന്നും ദൈവം മാനവരാശിക്കായി ചരിത്രത്തിൽ ഇടപെട്ടതിന്റെ വൃത്താന്തമാണ് ഈ ഗ്രന്ഥമെന്നും ആധുനിക സഭയ്ക്ക് ബോധനം നൽകുകയാണ്. ആധുനിക സഭയ്ക്ക് ബോധനം നൽകുന്നു. വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവർക്ക്, രണ്ടാമത്തെ, വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവർക്ക് സുവിശേഷം എങ്ങനെയാണ് നൽകപ്പെടുന്നത്? എങ്ങനെയാണ് സുവിശേഷം പങ്കുവെക്കുന്നത്? ഈ പുസ്തകം നമുക്ക് എന്ത് ചെയ്യുക? മാർഗനിർദ്ദേശം തരുന്നുണ്ട് ആധുനിക സഭയ്ക്ക്. വിവിധ സാംസ്കാരിക പശ്ചാത്തലമുള്ളവർക്ക് സുവിശേഷം എങ്ങനെ നൽകപ്പെടുന്നുള്ള മാർഗനിർദ്ദേശം ഈ പുസ്തകത്തിൽ. ഉദാഹരണമായിട്ട് യഹൂദ പശ്ചാത്തലമുള്ളവരോട് പത്രോസിന്റെ പ്രസംഗം, യഹൂദ പശ്ചാത്തലമുള്ളവരുടെ പത്രോസ് പ്രസംഗം എന്നറിയാമോ? നിങ്ങൾക്കൊന്ന യേശു ക്രിസ്തു. ഒന്ന് വായിക്കാം, ഒന്ന് വായിക്കാം. ആ ഭാഗം ഒന്ന് വായിച്ചു കഴിഞ്ഞെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഒരു എടുത്തട്ടെ, ഒരാളൊന്ന് വായിച്ചാട്ടെ. പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 23 മുതൽ ഒന്ന് വായിച്ചാട്ടെ. പത്രോസിന്റെ പ്രസംഗം ഒന്ന് വായിച്ചാട്ടെ. നസറേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവം മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മതി, അടുത്ത വായിക്കാം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 14 മുതൽ വാക്യം 14 മുതൽ വായിച്ചാട്ടെ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരേണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. മതി, പത്രോസിന്റെ പ്രസംഗം ശ്രദ്ധിക്കൂ. പത്രോസിന്റെ പ്രസംഗം, യഹൂദന്മാരുടെ പത്രോസിന്റെ പ്രസംഗം എന്താണ്? യേശു ക്രിസ്തു മശിഹ തന്നെയാണ്, നിങ്ങളാണ് അവനെ കൊന്നത്. ഈ പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു, ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മിയുടെ കൈകളാൽ തറപ്പിച്ചു കൊന്നു. ദൈവവും മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു അസാധ്യമായിരുന്നു. ഇതൊരു വലിയ ആത്മിക ദൂതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് ഈ പകല് ഈ രാത്രി ക്ലാസ് ഇരിക്കുന്ന നമ്മളോടുള്ള ദൈവത്തിന്റെ ഒരു ആലോചന കൂടിയാണത്. കാരണം യേശു ക്രിസ്തുവിനെ മരണം പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് യേശു ക്രിസ്തു വിശ്വസിക്കാൻ നമ്മളെ മരണത്തിനോ സാത്താനോ എന്നേക്കുമായി പിടിച്ചു വെക്കാൻ കഴിയത്തില്ല? അതിന് കാരണം എന്ന് പറയുന്നത്, വചനം പറയുന്നു, മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കാര്യം ഇന്ന് പകൽക്കാലം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നറിയാമോ? നമ്മുടെ ഒരു ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളോടൊരു ദൂതായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ മേൽ ദൈവത്തിന്റെ ഒരു അസാധ്യമായ വാഗ്ദത്തമുണ്ട്. എന്താണ് ആ വാഗ്ദത്തം? വാഗ്ദത്തം എന്ന് പറയുന്നത് മാറ്റം വരാത്ത വാഗ്ദത്തമാണ്, മാറിപ്പോകാത്ത വാഗ്ദത്തമാണ്, നിലനിൽക്കുന്ന വാഗ്ദത്തമാണ്. യേശു ക്രിസ്തുവിന്മേൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്താ വാഗ്ദത്തം അറിയാമോ? യേശു ക്രിസ്തു, അതെ, അവൻ മരിക്കും, പക്ഷേ ദൈവജനം പറയുന്നു ദ്രവത്വം കാണത്തില്ല എന്ന്.
അവന്മേൽ വാഗ്ദത്തം ഉണ്ടായിരുന്നുകൊണ്ട്, അവന്മേൽ നിർണയം ഉണ്ടായിരുന്നതുകൊണ്ട്, 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തിനെറ്റെങ്കിൽ ഈ പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവങ്ങളോട് പറയട്ടെ, സാത്താൻ പലവിധമായ തന്ത്രങ്ങളിലൂടെ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഒരു രോഗിയാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രതിസന്ധികൾ കൊണ്ടുവരുമ്പോൾ, പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഒരു കാര്യം വ്യക്തമായി എന്നോട് പറയട്ടെ, ദൈവത്തിന്റെ നിർണയം നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ പ്രോഗ്രാം നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ അസാധ്യമായ കരം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മെ ഒതുക്കിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുമ്പോൾ എന്താ പ്രസംഗിക്കുന്നത്? നിങ്ങൾ തറച്ചു കൊന്ന യേശു. അവൻ ആരാണ്? അവൻ ഈ യേശു ക്രിസ്തു മശിഹ തന്നെയാണ്. പത്രോസിന്റെ സകല പ്രസംഗങ്ങളിലും കാണുന്ന മശിഹ എന്നാണ്. അപ്പോൾ വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവരോട് എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്? ഇപ്പം മുസ്ലിമായ ഒരു വ്യക്തിയോട് നമ്മള് ഹൈന്ദവ രീതി സുവിശേഷം പറഞ്ഞു നോക്കത്തില്ല. നിരീശ്വരവാദിയോട് നമുക്ക് വേറെ ഒന്നും പറഞ്ഞു നോക്കത്തില്ല. അപ്പൊ ഓരോരുത്തരുടെ സുവിശേഷം പറയേണ്ട വ്യത്യസ്തമായ രീതിയുണ്ട്. അത് ഈ പുസ്തകം നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്ത് യവനായ പശ്ചാത്തലമുള്ളവരോട് പൗലോസിന്റെ പ്രസംഗം. പൗലോസ് അഥേനയിൽ പൗലോസ് ചെല്ലുമ്പോൾ എങ്ങനെയാണ് പൗലോസ് അവിടെ സുവിശേഷം അറിയിക്കുന്നത് എന്ന് വ്യക്തമായി കാണുവാൻ കഴിയും. ഞാൻ ആ ഭാഗം നിങ്ങളോട് പറയാം. ആ 18-ാം അധ്യായത്തിലാണ്. ക്ഷമിക്കണം, 17-ാം അധ്യായത്തിൽ 17-16 മുതലാണ്. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. മനസ്സിന് ചൂട് പിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥര ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികൾ ചില അവരോട് വാദിച്ചു, ഈ വിടുവാൻ എന്തു പറയാൻ പോകുന്നു? അപ്പോൾ പൗലോസ് എന്തെന്നറിയാമോ? അരയോഗമ കുന്നിന്മേൽ കൊണ്ടുചെന്ന് നീ പ്രസ്താവിക്കാൻ പറഞ്ഞപ്പോൾ പൗലോസ് അവരുടെ പ്രസംഗിക്കുന്ന പ്രസംഗം ആ 23 വാക്യത്തിൽ, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാദേവനെന്നു പേരിട്ടുള്ള ഒരു ദേവിക്കല്ല് കണ്ടു. അപ്പോൾ ഒത്തിരി ദേവന്മാരുടെ കല്ലുണ്ട് അവിടെ. അതിനകത്ത് ഇവർക്ക് അറിയാത്ത ഏതെങ്കിലും ദേവനുണ്ടെങ്കിൽ ആ ദേവനും കൂടി ഒരു കല്ലെന്ന് പറഞ്ഞ് അജ്ഞാദേവൻ എന്ന് പറഞ്ഞൊരു കല്ല്, വേദിക്കല്ല് അവിടെ കണ്ടു. അപ്പോൾ ആ കല്ലിനെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളറിയാത്ത സകല ഭൂചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, അവൻ 24 മുതൽ വാക്യം വായിക്കുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നു, അല്ലെ, നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ അല്ലെ സർവശക്തനായ ദൈവത്തെ അവതരിപ്പിക്കണ്ടോ. അപ്പോൾ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ സുവിശേഷത രീതി, അപ്പൊ നമ്മൾ ഓരോ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ കൃപയാൽ 5 വർഷം നോർത്ത് ഇന്ത്യ വേറെ ചെയ്തൊരു ദേവദാസന്. 5 വർഷം ഗ്രാമങ്ങൾ സൈക്കിൾ 50 കിലോമീറ്റർ ചവിട്ടി പോയിട്ടുണ്ട്. 50 കിലോമീറ്റർ ചവിട്ടി ഞാൻ ആ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് സുവിശേഷം നടക്കും. അപ്പൊ അവിടെ ചെന്ന് നമ്മളീ ഒന്നും പറഞ്ഞു നോക്കത്തില്ല. വളരെ ലഘുവായിട്ട് വേണം ഒരു സുവിശേഷം പറയുന്നത്. ആദ്യം വരെ ഇപ്പൊ പരിചയപ്പെടും. പല പ്രാവശ്യം ആ സ്ഥലത്തൂടെ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ ആദ്യം ഒന്നിലേ പോയി, രണ്ടാമതൊന്ന് പോയി, മൂന്നാം അവിടെ ചെന്ന് കയറി അല്പം വെള്ളം മേടിച്ച് കുടിച്ചു. പിന്നെ മാസങ്ങൾ കഴിയുമ്പോൾ അവിടെ സുവിശേഷം പറഞ്ഞോക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ കൾച്ചർ മനസ്സിലാക്കി, അവരുടെ രീതി മനസ്സിലാക്കി, അവരുടെ ഭാഷ മനസ്സിലാക്കി, അവരേത് വിഷയത്തിലാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് മനസ്സിലാക്കി, അവരുടെ സുവിശേഷം പറഞ്ഞ് നമ്മൾ അവരെ യേശുവിലേക്ക് കൊണ്ടുവരിക.
അങ്ങനെ ഞാൻ സുവിശേഷം പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന കാര്യം ഇപ്പോഴും ഓർക്കുന്നു. സുവിശേഷം പറഞ്ഞ് പെട്ടെന്ന് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. പെട്ടെന്ന് പെയിൻ ഉണ്ടായി. എന്റെ അടുക്കൽ കുട്ടിയെ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുവന്നു. ഞാൻ താമസിച്ച സ്ഥലത്ത് തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റലാണ്. അവിടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ തൊട്ടുപുറകിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നു, നോർത്ത് ഇന്ത്യയിൽ. അപ്പൊ എന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, ഭയ്യ എന്നാ വിളിക്കുന്നു, ഭയ്യ ഇതുപോലൊരു പെയിൻ വന്നിരിക്കുകയാണ്, പല പ്രാവശ്യം ഇങ്ങനെ പെയിൻ വന്ന് പല കുട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങിലായിരുന്നു. ഞാൻ ആ സഹോദരിക്ക് ലേബർ റൂമിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഇവിടെ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയെങ്കിലേ രക്ഷപ്പെടത്തുമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോകാനുള്ള സാമ്പത്തികം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി. പിന്നെ 3 മാസം കഴിഞ്ഞാണ് ഈ ഫാമിലി എൻ്റെ അടുത്ത് വരുന്നത്. ഈ ഫാമിലി വരുമ്പോൾ ഒരു കുട്ടിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം പ്രാർത്ഥന കേട്ടു, അത്ഭുത വിടുതല കൊടുത്തു. നേരത്തെ 2 വർഷങ്ങൾക്ക് പുറകിൽ 2 കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവര് ദേവന്മാരെ പൂജിക്കുന്ന ആൾക്കാരാ. പക്ഷെ അന്ന് പ്രാർത്ഥിച്ചു, 10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇവർ വിശ്വസിക്കുന്ന അത്ഭുതം ചെയ്യണമെന്നാണ് പ്രാർത്ഥിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, ഇവർ പ്രാർത്ഥിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ പെയിൻ മാറി. 9 മാസം കഴിഞ്ഞൊരു കുട്ടിയെ പ്രസവിച്ചപ്പോ എന്റെ അടുത്ത് വന്നിരിക്കുക പ്രാർത്ഥിക്കാനും. പേര് ഞാൻ ഇടണം. ഞാൻ പറഞ്ഞു, ഞാൻ പേരെടുത്തില്ല, നിങ്ങൾ തന്നെ പേരിട്ടു. കാരണം അവരുടെ ആചാരം അനുസരിച്ച് നമുക്ക് പേര് നടക്കത്തില്ലല്ലോ. ഞാൻ ആ പ്രവൃത്തി സ്ഥലങ്ങളിലൊക്കെ അനേക ചർച്ചകളുണ്ടെന്ന്. 5 വർഷം കഴിഞ്ഞ് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വേണ്ടി വന്നത് എന്റെ മകന്റെ ഒരു പ്രത്യേക രോഗം നിമിത്തം എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് അവരോട് സുവിശേഷം പറയേണ്ടത്, ഏത് രീതിയിലാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പ്രവർത്തന പുസ്തകം പഠിക്കുമ്പോൾ എങ്ങനെയാണ് സുവിശേഷം പങ്കുവെക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഇതിലൂടെ പഠിക്കുക. ദുഃഖിച്ചും തകർന്നുമിരിക്കുന്ന വ്യക്തിയോട്, വിശന്നിരിക്കുന്ന വ്യക്തിയോട് ആദ്യമേ ചെന്ന് യേശു അത്ഭുതം ചെയ്യുന്ന നമ്മുടെ കാര്യമൊന്നുമില്ല. ആദ്യം അവർക്ക് ആഹാരം കൊടുക്കാന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ ഒരാളെ എങ്ങനെയാണ് സുവിശേഷം കൊണ്ടുവരുന്നത്? അതൊരു ആ വചനത്തിൽ എങ്ങനെയാണ് അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കും. അതുകൊണ്ടോ ഇവിടെ യഹൂദ പശ്ചാത്തലമുള്ളവരോട് പത്രോസും യവനായ പശ്ചാത്തലമുള്ളവരോട് പൗലോസും പ്രസംഗിക്കുന്ന രീതികൾ. അതുകൊണ്ട് ആധുനിക സഭയ്ക്ക് നൽകുന്ന ദൂതം എന്ന് പറയുന്നത് ഏത് കാലത്തുള്ളവർക്കും കാലോചിതമായ നിർദ്ദേശം നൽകുന്ന ഈ പുസ്തകം പല രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കും മാർഗദർശനം നൽകുവാൻ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ദൂതം എന്ന് പറയുന്നത്. 3, ഈ ആധുനിക സഭയ്ക്ക് അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവിലുള്ള പ്രവർത്തനങ്ങളിൽ വന്ന പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും, അപ്പൊ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിലുള്ള പ്രവൃത്തിയിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഉയർച്ചയുടെ പടവുകളായി രൂപാന്തരപ്പെടുത്തിയ ദൈവപ്രവൃത്തി ആധുനിക സഭയെ ഇത് പഠിപ്പിക്കുന്നു. അപ്പൊ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിച്ചപ്പോൾ പ്രതിസന്ധി കടന്നു വന്നു, പ്രശ്നങ്ങൾ കടന്നു വന്നു. പക്ഷെ ആ പ്രതിസന്ധികളും ഉയർച്ചയുടെ പടവുകളായി രൂപാന്തരപ്പെടുത്തി. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് ദൈവം രൂപാന്തരപ്പെടുത്തുമെന്നുള്ള വിശ്വാസമുണ്ടായി നമ്മൾ ഉറച്ചു നിൽക്കാം. നമുക്ക് ബലം നൽകുന്നത് ഈ പുസ്തകത്തിലെ പ്രവർത്തന ശൈലികളാണ്. അടുത്തത്, വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി നിലകൊണ്ട് കൊള്ളേണ്ടതാണ് സുവിശേഷമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക സഭയ്ക്ക് ആശയം നൽകുന്നു. വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമാണ് സുവിശേഷമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം സുവിശേഷം യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് പോകുന്നു, ബർബർമാരിലേക്ക് പോകുന്നു, അല്ലെ? വലിയ പാപങ്ങൾ നിറഞ്ഞ സമൂഹത്തിലേക്ക് പോകുന്നു.
അടിമത്തത്തിൽ കഴിയുന്ന സ്ത്രീകളെ വിമോചനത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ യേശു ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ വെറും അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. യേശുവാണ് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. യേശുവിന്റെ കൂടെ ശുശ്രൂഷയിൽ സുവിശേഷ പ്രവർത്തനങ്ങളെ സഹായിച്ച സ്ത്രീകളെ കാണുവാൻ കഴിയുന്നുണ്ട്. യാത്രിക സ്ത്രീകളെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത്, ദൈവമക്കൾക്ക് വസ്തുവകളോടുള്ള ശരിയായ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് ഈ പുസ്തകം നമ്മോട് ദൈവമക്കൾക്ക് വസ്തുവകളോടുള്ള ശരിയായ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് ഈ പുസ്തകം ആധുനിക സഭയ്ക്ക് സന്ദേശം. നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അടുത്തത്, ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പ്രാർത്ഥനയുടെ ആവശ്യകത ഈ പുസ്തകം വെളിപ്പെടുത്തും. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രാർത്ഥനയുടെ ആവശ്യകത ആധുനിക സഭയ്ക്ക് എന്ത് ചെയ്തു? ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പ്രാർത്ഥനയുടെ ആവശ്യകത ഈ പുസ്തകം വ്യക്തമാണ്. അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കും. 1-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യകത അവിടെ. അതേ തന്നെ മധ്യാഹ്നത്തിനെ തിരഞ്ഞെടുക്കാൻ പ്രാർത്ഥനയോടെ ചീട്ടിടുക. ഒരു ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നു. 3, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. 4, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ ആലയത്തിലേക്ക് പോകും. അല്ലെ, 3-ാം അധ്യായത്തിൽ എന്താ കാണുന്നത്? ഒരിക്കൽ പത്രോസ് യോഹന്നാൻ 9-ാം അധ്യായത്തിൽ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ കേട്ടോ, ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെല്ലുന്നു. അവിടെയും പ്രാർത്ഥന. അടുത്തത്, എതിർപ്പുകൾ കടന്നു വന്നപ്പോൾ അവിടെയും പ്രാർത്ഥിച്ച് അതിനെ തരണം ചെയ്യുന്നു. 4-ാം അധ്യായത്തിന്റെ 25-26 വാക്യത്തിൽ, 4-ാം അധ്യായത്തിന്റെ 27 മുതൽ 31 വാക്യത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ പ്രതിസന്ധികൾ വരുമ്പോൾ ആധുനിക സഭയ്ക്ക് പ്രതിസന്ധി വന്നപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ? ഒന്നാമത് അവർ ചെയ്തത് ദൈവത്തിന്റെ വചനത്തിൽ അവർ ആശ്രയിച്ചു. 2, യേശുവിന്റെ നാമത്തിൽ അവർ ആശ്രയിച്ചു. 3, ആത്മാവിന്റെ നിറവിൽ അവർ ദൈവത്തെ ആരാധിച്ചു. 4, പ്രാർത്ഥനയിൽ അവർ പറഞ്ഞു. പ്രതിസന്ധി നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്താ അറിയാമോ? വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരണപ്പെടണം. വചനത്തിൽ ശരണപ്പെടണം. 2, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാൻ മടക്കണം. 3, പരിശുദ്ധാത്മാവിന് നിറവോടെ ദൈവത്തിന് ആരാധന. ഇത്രയും ചെയ്തപ്പോൾ 31-ാം വാക്യത്തിൽ 31-ാം വാക്യത്തിൽ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ധൈര്യത്തോടെ അവർ ദൈവത്തിന്റെ വചനത്തെ സംസാരിച്ചു. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകർന്നു. അവർ എഴുന്നേൽക്കുന്നിടയായി. ഈ 4-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. 5-ാം അധ്യായത്തിന് ഭയപ്പെടുന്നതായി കാണുന്നുണ്ട്. അധികാരികൾ ഭയപ്പെടുത്തുകയാണ്, മിണ്ടിപ്പോകാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ മൗനമായിരുന്നില്ല. അവർ ദൈവത്തിനാശ്രയം. നമ്മൾ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ദൈവത്തിനാശ്രയം. അപ്പോ സംഘടിതമായി എതിർപ്പ് വന്നപ്പോൾ പ്രാർത്ഥനയിൽ അവർ അതിജീവിച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ അവർക്ക് ദൈവിക വിടുതലുണ്ടായി. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലിട്ടപ്പോൾ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ പാട്ടുപാടി ആരാധിച്ചത്. അപ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രാർത്ഥനയുടെ ആവശ്യകത ഈ പുസ്തകം വെളിപ്പെടുത്തുകയും. അവസാനമായി, സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആധുനിക സഭയ്ക്ക് ഈ പുസ്തകം മാർഗനിർദ്ദേശമാണ്. സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യഹൂദ ഭാഷ സംസാരിക്കുന്ന വിശ്വാസികൾ യഹൂദന്മാരും യവനെ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരുമായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ യെരുസലേമിലും യഹൂദിയിലുമുള്ള യഹൂദ ഭാഷ സംസാരിക്കുന്ന എബ്രായ ഭാഷ സംസാരിക്കുന്ന വിശ്വാസികളും ശുശ്രൂഷകന്മാരും. രണ്ടാമതുണ്ടായിരുന്നത് ഈ യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ. ഈ പല കാലഘട്ടങ്ങളിൽ യഹൂദന്മാർ ചിതറിപ്പാക്കുന്നത് ചിതറിപ്പാക്കുന്ന സ്ഥലത്തെ ഭാഷ അവർ കൈവശമാക്കി. അപ്പം അവര് യഹൂദ ഭാഷ അറിയാമെങ്കിലും അവർ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യവനായ ഭാഷയെ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദൻ. തർസോസിൽ നിന്ന് അദ്ദേഹം വരുന്നത്. യഹൂദനാണെങ്കിലും അദ്ദേഹം തർസോസിലാണ് അദ്ദേഹം ജീവിച്ചു വന്നത്. അപ്പൊ ഇവര് തമ്മിലൂടെ ഒരു വിഷയം ഉണ്ടായി. അപ്പം 6-ാം അധ്യായത്തിൽ ഇവരെ ഭക്ഷണ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഔദ്യോഗിക കാര്യങ്ങളോ സഹകരിപ്പിക്കുന്നില്ലെന്നൊരു വിഷയം ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഈ വിഷയം വന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊന്നും നടത്തും, ഞങ്ങൾ ഇനിയും വചനദാനത്തിലും പ്രാർത്ഥനയിലും എന്ന് പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസവും ആത്മനിറവും ഉണ്ടായിരുന്ന 7 പുരുഷന്മാരല്ലേ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുമെന്ന് കാണുവാൻ കഴിയും അല്ലെ? കൊടുത്തിട്ടുണ്ട്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ ആ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എന്താ ചെയ്തത്? ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തുകൊള്ളുകയും ഞങ്ങളോ പ്രാർത്ഥനയിൽ മനുശുശ്രൂഷയിൽ ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ആയിക്കൂട്ടത്തിനൊക്കെ ബോധ്യമായി. എന്ത് ചെയ്തു? അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു സ്തേഫാനോസ് എന്ന് പറയുന്നു. ആ വ്യക്തിയാണ് സുവിശേഷം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തന്നൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഈ ഭാഗത്തേക്ക് കയറുകയാണ്. ഇനി നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആരാണ് ഇതിന്റെ രചയിതാവ്, ഈ പുസ്തകം എഴുതിയത് ആരാണ്, എഴുതിയ കാലം, എഴുതിയ രചനയുടെ ഉദ്ദേശം, പുസ്തകത്തിന്റെ പേര്, പുസ്തകത്തിന്റെ ആധുനിക സഭയ്ക്കുള്ള സന്ദേശം, ഇത്രയും കാര്യം പറഞ്ഞു. ഇനി നമ്മൾ തുടർന്ന് അടുത്ത കാഴ്ചയിൽ പഠിക്കാൻ പോകുന്നത് പ്രവർത്തന പുസ്തകം 1-ാം അധ്യായം മുതൽ നമുക്കിനി സാറ് പറഞ്ഞ പോലെ 8 ക്ലാസ്സാണുള്ളത്. ആ 8 ക്ലാസ്സിൽ നിന്നുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും നിങ്ങളുടെ പഠനത്തിലും ഏറ്റവും ഉപകാരമായ ചിന്തകൾ ആണ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നൽകാൻ പോകുന്നത്.